നക്ഷത്രമണ്ഡലത്തിലെ ഭാഗ്യനക്ഷത്രങ്ങളിൽ ഒന്നായാണ് പൂരം കണക്കാക്കപ്പെടുന്നത്. ചിങ്ങക്കൂറിൽ ജനിച്ച ശുക്രന്റെ ആധിപത്യമുള്ള പൂരം നക്ഷത്രക്കാർ പൊതുവെ ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരും കലാരംഗത്ത് താല്പര്യമുള്ളവരും ആഡംബരപ്രിയരും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വത്തിനുടമകളുമാണ്. എന്നാൽ കാലപ്രവാഹത്തിൽ എല്ലാ സമയവും ഒരുപോലെയല്ലല്ലോ കടന്നു പോകുന്നത്. 2026 മാർച്ച് മാസം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം നിർണായകമായ ഒരു കാലഘട്ടമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ചിലപ്പോഴൊക്കെ കാറ്റും കോളും നിറഞ്ഞ കടലിലൂടെ കപ്പൽ നയിക്കേണ്ടി വരാറുണ്ട്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസം അത്തരമൊരു പരീക്ഷണ ഘട്ടമാണ്. ഗ്രഹചാരവശാൽ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അല്പം സങ്കീർണമാണെന്ന് പറയാതെ വയ്യ. എങ്കിലും പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള നിങ്ങളുടെ സഹജമായ കഴിവ് ഈ മാസവും തുണയ്ക്കും. ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധമെന്ന് തിരിച്ചറിയേണ്ട മാസമാണിത്. 2026 മാർച്ചിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ മാറ്റത്തിന്റെ മണം അനുഭവപ്പെടും. തൊഴിൽ മേഖലയിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഒരു തരം അനിശ്ചിതത്വം നിങ്ങളെ അലട്ടിയേക്കാം. ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് ബലം ലഭിക്കാത്ത അവസ്ഥയോ അല്ലെങ്കിൽ അർഹിച്ച അംഗീകാരം വൈകിപ്പോകുന്ന സാഹചര്യമോ ഉണ്ടായേക്കാം. എന്നാൽ ഓർക്കുക, ഇതൊന്നും ശാശ്വതമല്ല. ഇരുളടങ്ങിയ മേഘങ്ങൾക്കിടയിലൂടെ വെള്ളി വെളിച്ചം പുറത്തു വരുന്നത് പോലെ മാസത്തിന്റെ പകുതി കഴിയുന്നതോടെ സാഹചര്യങ്ങൾ മെല്ലെ മാറി മറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അതിരുകടന്ന ആത്മവിശ്വാസം ഈ മാസം ഗുണകരമാകില്ല. പണം വരുന്നുണ്ടോ എന്ന ചിന്തയിൽ അനാവശ്യ ചെലവുകൾക്ക് മുതിരുന്നത് മാസാവസാനം നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയേക്കാം. അതിനാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന പഴഞ്ചൊല്ല് ഈ മാസം നിങ്ങളുടെ ആപ്തവാക്യമായിരിക്കണം. കുടുംബ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചെറിയൊരു വാക്കു മതിയാകും വലിയൊരു കലഹത്തിന് തിരികൊളുത്താൻ. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടും സംയമനത്തോടും സംസാരിക്കാൻ ശീലിക്കുക. ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഈ മാസം പ്രത്യേക കരുതൽ വേണം. മനസ്സിന്റെ സമ്മർദ്ദം ശരീരത്തെ ബാധിക്കാൻ അനുവദിക്കരുത്. ആത്മീയമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും നിങ്ങൾക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. ജീവിതത്തിലെ വെല്ലുവിളികളെ ധീരമായി നേരിടാനുള്ള കരുത്ത് പൂരം നക്ഷത്രക്കാർക്കുണ്ട്. വരാനിരിക്കുന്ന തടസ്സങ്ങളെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മുന്നറിയിപ്പായി ഈ മാസഫലത്തെ കാണുക. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആത്മീയത എന്നിങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഈ മാസം എന്തൊക്കെയാണ് നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. പൂരം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഈ മാസം വളരെയധികം ക്ഷമയും കരുതലും ആവശ്യമാണ്. 2026 മാർച്ചിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കോ തിരിച്ചടികൾക്കോ സാധ്യതയുണ്ട്. എങ്കിലും പതറാതെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കും. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുള്ള മാസമാണിത്. അഷ്ടമശനിയുടെ സ്വാധീനമുള്ളതിനാൽ സഹപ്രവർത്തകരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ പരോക്ഷമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഉദ്യോഗ കയറ്റത്തിനോ നിലവിലുള്ള സ്ഥാനം നിലനിർത്താനോ സഹായിക്കും. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ചില അനുകൂലമായ മാറ്റങ്ങൾ പ്രകടമാകും. ദൂരസ്ഥലങ്ങളിലേക്കുള്ള സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുയോജ്യമല്ല. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഏർപ്പെടുമ്പോൾ നിയമവശങ്ങൾ കൃത്യമായി പരിശോധിക്കണം. വിപണിയിലെ മത്സരങ്ങൾ നിങ്ങളെ അല്പം സമ്മർദ്ദത്തിലാക്കിയേക്കാം. എങ്കിലും മുൻപത്തെ നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, കലാരംഗം, ആഡംബര വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് മാർച്ചിലെ അവസാന 2 ആഴ്ച ഗുണകരമായിരിക്കും. സിനിമ, സീരിയൽ, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അവ നേടിയെടുക്കാൻ കഠിന പ്രയത്നം ആവശ്യമാണ്. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടാൻ വൈകിയേക്കാം. എങ്കിലും നിരാശപ്പെടരുത്. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 മാർച്ച് മാസം ഒരു സമ്മിശ്ര ഫലമായിരിക്കും. വരുമാനം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകളും നിങ്ങളെ അലട്ടും. മാസത്തിന്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക സ്രോതസ്സുകൾ തടസ്സമില്ലാതെ തുടരും. കുടിശ്ശികയായി കിടന്നിരുന്ന തുക തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അമിതമായ ആത്മവിശ്വാസം സാമ്പത്തിക കാര്യങ്ങളിൽ പാടില്ല. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കോ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി വൻതുക ചെലവാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കും പണം മാറ്റിവെക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള പ്രവണത നിയന്ത്രിക്കണം. അല്ലാത്ത പക്ഷം മാസാവസാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും. ഓഹരി വിപണിയിലോ ചിട്ടികളിലോ പണം നിക്ഷേപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുന്നത് ഈ മാസം ഒട്ടും ഉചിതമല്ല. വസ്തു ഇടപാടുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർ രേഖകൾ കൃത്യമായെന്ന് ഉറപ്പുവരുത്തണം. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസം ഒഴിവാക്കേണ്ടതാണ്. പങ്കാളിയുമായി ചെറിയ കാര്യങ്ങളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംശയങ്ങളും ആശയവിനിമയത്തിലെ കുറവും ബന്ധങ്ങളെ ബാധിക്കാതെ നോക്കണം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. മാസത്തിന്റെ പകുതിയോടെ ബന്ധങ്ങളിൽ പുരോഗതി ഉണ്ടാകുകയും ഒന്നിച്ച് യാത്രകൾ പോകാൻ അവസരം ലഭിക്കുകയും ചെയ്യും. മക്കളുടെ പഠനകാര്യത്തിലോ പെരുമാറ്റത്തിലോ ചെറിയ ആശങ്കകൾ ഉണ്ടായേക്കാം. എങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന കുട്ടികൾക്ക് മാർച്ചിൽ അനുകൂലമായ
വാർത്തകൾ ലഭിക്കും. മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകാൻ വൈകിയേക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. കുടുംബസ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവ രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കണം. ബന്ധുക്കളുമായുള്ള അനാവശ്യ സംസാരം ഒഴിവാക്കുന്നത് കുടുംബസമാധാനം നിലനിർത്താൻ സഹായിക്കും. സഹോദരങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. മാനസികമായ പിരിമുറുക്കം അനുഭവപ്പെടുന്ന സമയമായതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. അഷ്ടമശനിയുടെ സ്വാധീനം കാരണം അകാരണമായ ഭയം, ഉത്കണ്ഠ, ഏകാന്തത എന്നിവ അനുഭവപ്പെട്ടേക്കാം. ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമായേക്കാം. ഇത് മറികടക്കാൻ യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് ഗുണകരമാണ്. തീർത്ഥാടന യാത്രകൾക്ക് ഈ മാസം സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പം ക്ഷേത്ര ദർശനം നടത്തുന്നത് മനസ്സമാധാനം നൽകും. ഇഷ്ടദേവതാ ഭജനം, ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ അകറ്റാൻ സഹായിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി തടസ്സങ്ങൾ നീങ്ങും. ആരോഗ്യകാര്യത്തിൽ ഈ മാസം വിട്ടുവീഴ്ച ചെയ്യരുത്. പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളോ ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ വേണം. രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം. വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. സന്ധിവേദന, നടുവേദന എന്നിവ ഈ മാസം അലട്ടിയേക്കാം. കൃത്യമായ വ്യായാമവും വിശ്രമവും അനിവാര്യമാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കഠിനാധ്വാനത്തിന്റെ സമയമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിട്ടേക്കാം. സുഹൃത്തുക്കളുമായുള്ള അമിത സമ്പർക്കം പഠനത്തെ ബാധിക്കാതെ നോക്കണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മാസത്തിന്റെ രണ്ടാം പകുതി അനുകൂലമാണ്. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാമെങ്കിലും അവസാനം വിജയത്തിലേക്ക് എത്തിച്ചേരും. കോപം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ദേഷ്യപ്പെട്ട് പറയുന്ന വാക്കുകൾ പിന്നീട് ഖേദിക്കാൻ ഇടയാക്കും. കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഈ മാസം കാര്യങ്ങൾ അല്പം മന്ദഗതിയിലാകും. പുതിയ കേസുകളിൽ ചെന്ന് ചാടരുത്. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ വിലപ്പെട്ട വസ്തുക്കളും രേഖകളും സൂക്ഷിക്കണം. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജന വഴിപാട് നടത്തുക. ശനി ചാലിസയോ ശനിസ്തോത്രമോ ജപിക്കുക. നക്ഷത്രനാഥനായ ശുക്രന്റെ പ്രീതിക്കായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ഭജനം നടത്തുക. വെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കോ പ്രായമായവർക്കോ സഹായങ്ങൾ നൽകുന്നത് അഷ്ടമശനിയുടെ കാഠിന്യം കുറയ്ക്കും. ചിങ്ങം നവാംശത്തിൽ ഉൾപ്പെട്ട പൂരം ഒന്നാം പാദക്കാർ സൂര്യന്റെയും ശുക്രന്റെയും സ്വാധീനം കൂടുതലുള്ളവരായിരിക്കും. ഇവർ വളരെ ധൈര്യശാലികളും അധികാര സ്വഭാവമുള്ളവരുമായിരിക്കും. ഭരണരംഗത്ത് ഇവർ തിളങ്ങും. കന്നി നവാംശത്തിൽ ഉൾപ്പെട്ട പൂരം രണ്ടാം പാദക്കാർ അല്പം ശാന്ത സ്വഭാവക്കാരും പ്രായോഗിക ബുദ്ധിയുള്ളവരുമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധാലുക്കളായിരിക്കും. തുലാം നവാംശത്തിൽ ഉൾപ്പെട്ട പൂരം മൂന്നാം പാദക്കാർ സർഗാത്മക കഴിവുകളുള്ളവരായിരിക്കും. സൗന്ദര്യബോധവും കലകളോടുള്ള താല്പര്യവും ഇവരിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. വൃശ്ചിക നവാംശത്തിൽ ഉൾപ്പെട്ട പൂരം നാലാം പാദക്കാർ അല്പം വികാരഭരിതരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. കഠിനാധ്വാനികളായ ഇവർ ലക്ഷ്യം നേടാൻ കഠിനമായി പരിശ്രമിക്കും. 2026 മാർച്ച് മാസം പൂരം നക്ഷത്രക്കാർക്ക് വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ആത്മവിശ്വാസത്തോടെയും പക്വതയോടെയും നീങ്ങിയാൽ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. സാമ്പത്തിക അച്ചടക്കവും കുടുംബാംഗങ്ങളുമായുള്ള നല്ല ബന്ധവും ഉണ്ടെങ്കിൽ ഈ മാസത്തെ പ്രതിസന്ധികളെ മറികടക്കാം. ആത്മീയമായ കരുത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ തുണയാകും. തൊഴിൽ രംഗത്തെ താൽക്കാലിക തടസ്സങ്ങളിൽ മനമടുക്കാതെ മുന്നോട്ടു പോവുക. മാസാവസാനത്തോടെ കാര്യങ്ങൾ അനുകൂലമായി മാറും.